ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിനെതിരെയുള്ള കളികളെ നിയന്ത്രിക്കുന്ന ആൾ യഹൂദിന്റെ തലവൻ ദജ്ജാല്. അയാൾ ഇന്നുമുണ്ട്. അയാളോട് ബന്ധമുള്ളവരും ഇന്നുമുണ്ട്. അയാളോട് ബന്ധമുള്ളവരില്ലാതെ അയാൾ വെറുതെ എന്തിനെങ്ങനെ പാർപ്പിക്കണം? അയാൾ എന്തിനു പാർപ്പിക്കണു? അയാൾ വല്ല എവിടെയെങ്കിലും പോരേക്കരി വല്ല ബലാത്സംഗം മറ്റോ ചെയ്തിട്ടുണ്ടോ? പണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടാ? നിങ്ങൾ സ്ഥലത്തുണ്ടാ? അയാൾ എന്തിന് മഹബൂസായി? അയാൾ ഇവിടെ ഉണ്ടാകണം. അല്ലാഹു റഹ്മാനാണ്. സൽക്കർമ്മികൾക്ക് സൽക്കർമ്മികളുടെ അസ്ബാബിനെയും ദുഷ്കർമ്മികൾക്ക് അവർക്ക് വേണ്ട അസ്ബാബിനെയും ചെയ്തു കൊടുക്കുന്ന നീതിമാനാണ് ആര്? അല്ലാഹു. അയാളോട് ബന്ധമുള്ളവരുണ്ട്. അയാളുടെ സമ്മാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദൽ യഹൂദ്. അപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിൽ പടവെട്ടുമ്പോഴും സയ്യിദുൽ യഹൂദ് രംഗത്ത് വന്നിട്ടില്ല. പുകമറക്കപ്പുറത്താണ്. ആഖിറിൽ ഈ ഉമ്മത്തിനെതിരെയുള്ള അയാൾ ഞാനായിരുന്നു കളിച്ചിരുന്നത് പറഞ്ഞ് പുറത്തുനിന്ന് വരും. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയും വരും. ആര്? മഹാനായ സയ്യിദുനാ ഇമാമുനൽ മുൻതദർ ഇമാമുനൽ മഹ്ദി ലൗ ലം യബ്ഖ മിന ദുനിയ ഇല്ലാ യൗമൻ ല യുതവ്വിലുല്ലാഹു ദാലിക്കൽ യൗം വയബ്അസു റജുലൻ മിൻ അഹ്ലി ബൈതി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ അധർമ്മത്തിനെതിരെ ഉള്ള ഒരു സ്ട്രഗിളാണ്, ഒരു സമരമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിന്റെ റൂട്ട് മുഴുവനും കൃത്യമായി ബഹുമാനപ്പെട്ട ഒന്നാമത്തെ സൂറത്ത് തന്നെ വരച്ചു കാട്ടിയിട്ടുണ്ട്. എന്തായിരിക്കും സമരം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആരാണ് സോൾജിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആരാണ് എനിമീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രം. അതിനാണ് അവസാനത്തെ ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തെ ആയത്ത്. ഈ സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തെ ആയത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു മൂവ്മെന്റ് ഖിയാമത്ത് നാൾ വരെ ഭൂമിയിൽ ഉണ്ടാവില്ല. അത് ജംഅൻ വമൻഅൻ. ഈ ആയത്തിൽ പെടാത്ത ഒരു മൂവ്മെന്റ് ഖിയാമത്ത് നാൾ വരെ ഭൂമിയിൽ ഉണ്ടാവില്ല. സത്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിക്കുന്ന തുല്യതയില്ലാത്ത അതുല്യമായ നിലനിൽപ്പിന്റെ സമരങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സമരം മുസ്ലിം സമുദായം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന സമരമാണിതെന്ന് മുഹമ്മദ് മുസ്തഫ അതിന്റെ തലേ രാത്രി പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹൗലാഇൽ ഉസ്വാബ ഫലൻ തുഅബദ അലാ വജ്ഹിൽ അർളി അബദൻ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇവർ നാളെ എങ്ങാനും ഇവരെ ഇല്ലാതെയാക്കപ്പെട്ടാൽ പിന്നെ നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആരാധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയേ ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അത്ര പ്രധാനപ്പെട്ട സമരമാണ് ബദർ എന്നത് ശരിയാണെങ്കിലും, അത് വളരെ ശരിയാണെങ്കിൽ പോലും ഇസ്ലാമിന്റെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന സമരം എന്ന് പറഞ്ഞാൽ അത് ഖൈബറാണ്. ഇതാണ് വളരെ ശരിക്ക് കാര്യമായി മനസ്സിലാക്കേണ്ടത്. ഖൈബറിന്റെ സമരം അവസാനിക്കുകയേ ഇല്ല. ഖൈബറിന്റെ സമരം എന്ന് പറഞ്ഞതാണ് സത്യത്തിൽ ബഹുമാനപ്പെട്ട ഫാത്തിഹയുടെ അതിന്റെ അടിത്തറ ഇടുകയാണ് ബദർ ചെയ്തിട്ടുള്ളത്. ബദർ അതുല്യമായ സമരവുമാണ്, യാതൊരു സംശയവും വേണ്ട. പക്ഷേ ബദറിലെ എനിമീസ് അവിടെ അവസാനിച്ചു. മക്ക ഫത്ഹോടുകൂടെ അവരുടെ തലവൻ പോലും മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞില്ലേ, മൻ ദഖല ബൈത അബൂജഹലിന് ശേഷം മക്കായുടെ മുടിച്ചൂടായ മന്നനായി നടന്നിരുന്ന ആ ഖുറൈശികളുടെ തലവനായിരുന്നു പിന്നീട് ആര്? അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാന്റെ പേര് ഇങ്ങോട്ടെടുത്തില്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ. അതോടുകൂടി ആ സ്ട്രഗിൾ അവസാനിച്ചു, ആ മൂവ്മെന്റ് അവസാനിച്ചു. എന്നാൽ അവസാനിക്കാത്ത മൂവ്മെന്റ് ആണ് ഖൈബറിന്റെ മൂവ്മെന്റ്. അവസാനിക്കൂല. അതിന്റെ ആ മൂവ്മെന്റിൽ അതാർക്കെതിരാണ്? യഹൂദിനെതിരാണ്. ഈ സമരത്തിന്റെ തലവൻ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല, എനിമീസിന്റെ തലവൻ. അതാരാണ് എനിമീസിന്റെ തലവൻ? ഖൈബറിലെ എതിർ പാർട്ടിയുടെ തലവൻ ഇന്നും രംഗത്ത് വന്നിട്ടില്ല. അയാൾ പുകമറക്കുള്ളിലിരുന്ന് മറ്റുള്ളവരെ വിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അയാൾ പുറത്തു വരും. എന്നാ പുറത്തു വരിക? അന്റെ നാളിൽ പുറത്തു വരും. സമ്മാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദൽ യഹൂദ്. യഹൂദികളുടെ നേതാവെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് പേര് വെക്കുകയും ചെയ്തു. സമ്മാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദൽ യഹൂദ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ ഗൗരവമായ ഒരു കാര്യം, ഈ ഫാത്തിഹയിലെ ഈ മർമ്മപ്പെട്ട വചനം, ബഹുമാനപ്പെട്ട സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ആ റൂട്ടിൽ ഉറച്ചു നിൽക്കുക. എന്നിട്ടോ
മഗ്ലൂബ് അലൈഹിം എന്ന പാർട്ടി അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന ഒരു വിഭാഗമാണ്. അല്ലാഹു തആല അവരുടെ കെണിവലയങ്ങളെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അവരുടെ കുടന്തരം കാരണം ലോകം അവരെ വളരെ ശ്രദ്ധിക്കണം, അതുപോലെ മനസ്സിലാക്കണം. എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. എവിടെയാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ലോകത്ത് ഇതുമായി ബന്ധമില്ലാത്ത, ഈ ആയത്തുമായി ബന്ധമില്ലാത്ത ഒരു ഇസ്ലാമിക മൂവ്മെന്റ് ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. വളരെ ചിന്തിക്കണം. അതിന്റെ ഈ എതിർ പാർട്ടിയാണ് സത്യത്തിൽ ആര്? യഹൂദ്. ഈ യഹൂദികളുടെ നേതാവ് അവസാനം രംഗത്ത് വരും, മൽഊനായ ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ ആളുകളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കുക, ഈ സമരം ഇതാണ് ലോകത്തെ എല്ലാ കാലഘട്ടത്തിലും നടന്നിട്ടുള്ള ഒരു സമരത്തിന്റെ ശൈലി. നിങ്ങൾ ചിന്തിക്കണം. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മഹാനായ സിദ്ദീഖുൽ അക്ബർ വഫാത്തായി. സിദ്ദീഖുൽ അക്ബറിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശ്നമുണ്ടാക്കിയ ആളുകൾ, ഒന്ന് സക്കാത്ത് വിരോധികൾ, പിന്നിൽ യഹൂദ്. ഒന്ന് നുബുവത്തിനെ വാദിച്ചവർ, പിന്നിൽ യഹൂദ്. രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് കൊല ചെയ്യപ്പെടാൻ കാരണം യഹൂദ്. മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വീട് വളയപ്പെടാൻ കാരണം യഹൂദ്. നാലാമത്തെ ആൾ മഹാന അലിയുനിൽ മുർത്തള, അവരെ കൊന്നത് അവ്വൽ ബിദ്അത്തിൻ ഫിൽ ഇസ്ലാം, ഖവാരിജ്, പിന്നിൽ യഹൂദ്. 4 ഖലീഫമാരെയും പ്രശ്നമുണ്ടാക്കിയത് യഹൂദ്. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കെതിരെ ഏറ്റവും വലിയ സൈന്യം യഹൂദ്. ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിനെതിരെയുള്ള കളികളെ നിയന്ത്രിക്കുന്ന ആൾ യഹൂദിന്റെ തലവൻ ദജ്ജാൽ. അയാൾ ഇന്നുമുണ്ട്, അയാളോട് ബന്ധമുള്ളവരും ഇന്നുമുണ്ട്. അയാളോട് ബന്ധമുള്ളവരില്ലാതെ അയാൾ വെറുതെ എന്തിനെങ്ങനെ പാർപ്പിക്കണം? അയാൾ എന്തിനു പാർപ്പിക്കണു? അയാൾ വല്ല എവിടെയെങ്കിലും പോരേക്കരി വല്ല ബലാത്സംഗമോ മറ്റോ ചെയ്തിട്ടുണ്ടോ പണ്ട്? നിങ്ങൾ ഇവിടെ ഉണ്ടാ? നിങ്ങൾ സ്ഥലത്തുണ്ടാ? അയാൾ എന്തിന് മഹബൂസായി? അയാൾ ഇവിടെ ഉണ്ടാകണം. അല്ലാഹു റഹ്മാനാണ്. സൽക്കർമ്മികൾക്ക് സൽക്കർമ്മികളുടെ അസ്ബാബിനെയും ദുഷ്കർമ്മികൾക്ക് അവർക്ക് വേണ്ട അസ്ബാബിനെയും ചെയ്തു കൊടുക്കുന്ന നീതിമാനാണ് ആര്? അല്ലാഹു. അയാളോട് ബന്ധമുള്ളവരുണ്ട്. അയാളുടെ സമ്മാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദൽ യഹൂദ്. അപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിൽ പടവെട്ടുമ്പോഴും സയ്യിദുൽ യഹൂദ് രംഗത്ത് വന്നിട്ടില്ല. പുകമറക്കപ്പുറത്താണ്. ആഖിറിൽ ഈ ഉമ്മത്തിനെതിരെയുള്ള അയാൾ ഞാനായിരുന്നു കളിച്ചിരുന്നത് പറഞ്ഞ് പുറത്തു വരും. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയും വരും. ആര്? മഹാനായ സയ്യിദുന ഇമാമുൽ മുൻതദർ, ഇമാമുൽ മഹ്ദി. ലൗ ലം യബ്ഖ മിനദ് ദുനിയ ഇല്ലാ യൗമൻ ലയുതവ്വിലുല്ലാഹു ദാലികൽ യൗം വയബ്അസു റജുലൻ മിൻ അഹ്ലി ബൈതി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സ്ട്രഗിൾ മൂവ്മെന്റ്, അതായത് സമരം പറഞ്ഞു, സോൾജേഴ്സ് പറഞ്ഞു. ആരാ സോൾജേഴ്സ്? പട്ടാളമാരാ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ആരാ എനിമീസ്? മഗ്ലൂബി അലൈഹിം ളാലിൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിങ്ങനെ നടന്നു പോകും, ഇതെന്നും നടന്നു. അതിൽ പ്രധാന പ്രശ്നക്കാരായ യഹൂദനെ എക്കാലത്തും ലോകം അകറ്റി നിർത്തി. നമ്മൾ മാത്രമല്ല, ഏറ്റവും കൂടുതൽ അകറ്റി നിർത്തിയത് ക്രിസ്ത്യാനികളാണ്. ഏറ്റവും കൂടുതൽ ഹർദിയാല് ഭരണം നടത്തിയിരുന്ന കാലത്ത് റോമക്കാനായ ഹർദിയാല് 5 ലക്ഷം യഹൂദികളെയാണ് ജെറൂസലേമിൽ കൊന്നിട്ടുള്ളത്. AD 2-ാം നൂറ്റാണ്ടിൽ ഹർദിയാൽ വന്നു. ഹർദിയാൽ എന്ത് ചെയ്ത്? ജൂതന്മാരെ കൊന്നു. റോമക്കാരനായ ഹർദിയാല് 5 ലക്ഷം ജൂതന്മാരെ കൊലപ്പെടുത്തി. ജൂതന്മാർ ചിന്ന ഭിന്നമായി ലോകരാജ്യങ്ങളിൽ വന്നു. എല്ലാ രാജ്യവും അവരെ വേട്ടയാടി. പിന്നെ അവസാനം അവർക്ക് ഒരു ചെറിയ തണി കൊടുത്തത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയനെ സംബന്ധിച്ചിടത്തോളം നെപ്പോളിയൻ ഇസ്ലാമിക വിരുദ്ധനാണ്. എന്തുകൊണ്ട്? നെപ്പോളിയൻ മെഡിറ്ററേനിയൻ കടൽ കടന്ന് ആദ്യം ചെയ്തത് അസ്ഹർ ഷരീഫ് തകർത്ത് കളയലാണ്. എന്തുകൊണ്ട്? BC AD 1798 AD 1798 യൂറോപ്പിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന് മെഡിറ്ററേനിയൻ സമുദ്രവും കടന്നു വന്നു. ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. കോമൺ എഡ്യൂക്കേഷനും കോമൺ ഹിസ്റ്ററിയിലും മഹാനായ നെപ്പോളിയൻ എന്ന് പറയപ്പെടാനുള്ള കാരണം നിങ്ങൾക്ക് ചിന്തിക്കാം. ഇസ്ലാമിനെതിരെയുള്ള ശത്രുവായത് കൊണ്ട് അയാൾ മഹത്വവൽക്കരിക്കപ്പെട്ടു. അയാൾ നേരെ വന്നിട്ട് അസ്ഹർ ഷരീഫ് തകർത്ത് തരിപ്പണമാക്കി. 1964 അൽ മുഇസ്സുൽ ദീനില്ല എന്നുള്ള രാജാവ് ഉണ്ടാക്കിയതാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് അതിന് അസ്ഹർ എന്ന് പേര് കിട്ടിയത്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഏത്?
അസർ ഷരീഫ്. അതുകൊണ്ടാണ് ഫാത്തിമത്തു സഹ്റായിൽ നിന്ന് എടുത്തതാണ് എന്ത് അസർ. 1964. ഇതാകെ ചരിത്രത്തിൽ വിദ്യാഭ്യാസം മുടങ്ങിയത് 5 കൊല്ലമാണ്. AD 1798, AD 1799, AD 1800, AD 1801, AD 1802. ഈ 5 കൊല്ലം നെപ്പോളിയന്റെ പട്ടാളം ഷാമും മിസ്റും അടക്കി ഭരിച്ചു. അക്കാലത്ത് ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയെല്ലാം നശിപ്പിച്ചു, നിലം പരിശാക്കി അസർ ഷരീഫ്. അസറിലുള്ള ആയിരക്കണക്കായ വിദ്യാർത്ഥികളെയും പണ്ഡിതന്മാരെയും നരനായാട്ട് നടത്തി. അനവധി ആളുകളെ കൊന്നു. ചെയ്തു കൂട്ടിയ തിന്മകൾക്ക് കയ്യും കണക്കുമില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ കുരുത്തക്കേട് സംഭവിച്ചു. ആർക്ക്? നെപ്പോളിയന്. ഫ്രാൻസിൽ ആഭ്യന്തര കലാപം ഉണ്ടായ കാരണത്താൽ നെപ്പോളിയൻ 1800 ഫ്രാൻസിലേക്ക് തിരിച്ചുപോയി. ക്ലാപ്പറായിരുന്നു അദ്ദേഹത്തിന്റെ ഗവർണർ. ക്ലാപ്പർക്ക് വല്ലാതെയൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ക്ലാപ്പറുടെ പട്ടാളം തകർക്കപ്പെട്ടു. 1802 അവരുടെ ശേഷി പോയി. അവർ 5 കൊല്ലം അസർ ഷരീഫ് തകർത്ത് അതിനി പുനഃക്രമീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടെ അടയിരുന്ന് അവസാനം അവർ മടങ്ങേണ്ടി വന്നു. 1803 മുസ്ലിമീങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നു. മുഹമ്മദ് അലി പാഷയാണ് ആദ്യത്തെ ഭരണാധികാരി. അന്ന് ആദ്യം ചെയ്ത പണി അസർ ഷരീഫിനെ പുനഃക്രമീകരിക്കുകയാണ്. ആ അസർ ഇന്നും പൂട്ടിയിട്ടുമില്ല. നിങ്ങൾ വളരെ ഗൗരവമായി ഇത് ചിന്തിക്കണം. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിൽ? ജൂതന്മാർക്ക് ഇടം കൊടുത്ത ഒരാളാണ് ആര്? എന്തുകൊണ്ട് ജൂതന്മാർ ജർമ്മനിയിലെത്തി? അഡോൾഫ് ഹിറ്റ്ലർ 940 കാലഘട്ടങ്ങളിൽ ജൂതന്മാരെ വേട്ടയാടാൻ ജർമ്മനിയിൽ വേട്ടയാടി. അതിന് ജൂതന്മാർ എങ്ങനെയാണ് ജർമ്മനിയിൽ എത്തിയത്? ജൂതന്മാർ ജർമ്മനിയിൽ എത്താൻ കാരണം ഫ്രാൻസുകാരനായ നെപ്പോളിയൻ AD 1790 ജർമ്മനി പിടിച്ചടക്കി. അപ്പോൾ പിന്നെ വേസ്റ്റായ ജൂതന്മാരെ മുഴുവനും ജർമ്മനിയിലേക്ക് കയറ്റി. ആ കാരണം മുസ്ലിം സമുദായത്തെ എതിർക്കാൻ ലോകത്തുണ്ടാകുന്ന ഒരു സാന്നിധ്യമാകും ആര്? ജൂതന്മാര് എന്ന് നെപ്പോളിയൻ അറിയാമായിരുന്നു. അതങ്ങനെ മുന്നോട്ട് പോയി. AD 1897 ജൂതന്മാർക്കൊരു സംഘടന വന്നു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ സംഘടനയാണ് സിയോണിസം. AD 1897 ആഗസ്റ്റ് 3 സ്വിറ്റ്സർലാൻഡിലെ ബാസിൽ വെച്ച് ഹംഗേറിയൻ എഴുത്തുകാരനായ തിയഡോർ ഹട്സൽ ഉണ്ടാക്കിയതാണ് സിയോണിസം. AD 1897 ആഗസ്റ്റ് 3 സ്വിറ്റ്സർലാൻഡിലെ ബാസിലെ ജൂത സമ്മേളനത്തിൽ വെച്ച് ഹംഗേറിയൻ എഴുത്തുകാരനും ചിന്തകനും ജൂതനുമായ തിയഡോർ ഹട്സൽ ഉണ്ടാക്കിയതാണ് സിയോണിസം. അയാളാണ് ഇസ്രായേലിന്റെ രാഷ്ട്രപിതാവും. പക്ഷെ അയാൾ 1906 മരിച്ചു. ഇസ്രായേൽ ഉണ്ടാകുന്നത് 1948 മെയ് 14 രാഷ്ട്രപിതാവ് മരിച്ചു. രാഷ്ട്രം ഉണ്ടാകുന്ന 42 കൊല്ലം മുമ്പ്. മനസ്സിലായില്ല? ഇതൊക്കെ ലോകത്തെ അത്ഭുതമാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് എല്ലാം കഴിഞ്ഞാ മരിച്ചത്. മഹാനായ മഹാത്മജി അല്ലേ? പറ, അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മരിച്ചത്. എന്നാൽ തിയഡോർ ഹട്സൽ മരിക്കുന്നത് 1906 ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാകുന്നത് 1948 മെയ് 14 അതിന്റെ 42 കൊല്ലം മുമ്പ് തിയഡോർ ഹട്സൽ മരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ടും രാഷ്ട്രപിതാവ് ആരാണ്? രാഷ്ട്രപിതാവ് ആരാണ്? തിയഡോർ ഹട്സലാണ്. സത്യത്തിൽ 1948 ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാകുമ്പോൾ ഇസ്രായേലിന്റെ മുന്നിലുള്ള സമരം നയിച്ച മുന്നിലുള്ള ആൾ ബംഗൂരിയനാണ്. ബംഗൂരിയന്റെ പേരിൽ ഇസ്രായേലിൽ ഒരു എയർപോർട്ട് മാത്രമേ ഉള്ളൂ. രാഷ്ട്രപിതാവല്ല. ബംഗൂരിയന്റെ പേരിൽ ഒരു എയർപോർട്ട് ഉണ്ടാക്കി മതിയാക്കി. 42 കൊല്ലം മുമ്പ് മരിച്ച ആളുടെ പേരിൽ അവർ രാഷ്ട്രത്തിന് എഴുതി കൊടുത്തു. എന്തുകൊണ്ട്? ലോകത്തെ ഇസ്ലാമിക സമാജത്തിന്റെ സ്വാസ്ഥ്യം കെടുത്താനുള്ള നിയമങ്ങൾ എഴുതി വെച്ചത് സാക്ഷാൽ തിയഡോർ ഹട്സലാണെന്നതാണ് കാരണം. ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം എന്തുകൊണ്ട് എന്നാൽ എവിടെയെല്ലാം ഇസ്ലാമിക സമാജമുണ്ടോ ആ രാജ്യങ്ങളിൽ കടന്നുകൂടി അവിടുത്തെ ഭരണകൂടത്തെ സ്വാധീനിച്ച് ഇസ്ലാമിക സമാജത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തുക എന്നത് സിയോണിസത്തിന്റെ 1897 അതുണ്ടാക്കിയപ്പോഴുള്ള പ്രമുഖമായ ലക്ഷ്യമാണ്. നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ ഇത് തലേ കയറൂല. ഇത് ഇന്ന് രാവിലെ തുടങ്ങിയതാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. ഇതൊരു നരേന്ദ്രമോദി കയറിയപ്പോൾ തുടങ്ങിയതാണെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ. അത് സൂറത്തുൻ നാസ് ഓതിയതോടുകൂടെ ഖുർആൻ ഖത്തം തുറന്നു എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെയാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ
അപ്പോഴത്തെ ഒരാൾ ഹത്തം തീർക്കണ്ടപ്പോ നമ്മളും നാസോദിയാണ് ഹത്തം തീർത്ത് നമ്മൾ ഹത്തം തീർത്തുന്നാണ്. അതുപോലെയാണ് മറ്റാൾ എന്തുണ്ട്, ഫാത്തിഹ മുതൽ അൽ-ബഖറ മുതൽ 113 സൂറത്ത് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നാസോദിയത്. അപ്പൊ എന്നതുപോലെ ഇവിടെ നമ്മളൊരു നരേന്ദ്രമോദിയെ കണ്ടാൽ ഈ പ്രശ്നം മനസ്സിലാവൂല. ഈ പ്രശ്നം നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കായ കൊല്ലങ്ങളായി പുകയുന്ന പ്രശ്നമാണ്. ആ പ്രശ്നം ഫാത്തിഹയിലുണ്ട്. അതാണ് എന്നും ഫാത്തിഹ ഓതാനും പറഞ്ഞത്, ഓരോ റക്അത്തിൽ ഓതാൻ പറഞ്ഞത്. നിങ്ങളുടെ സമരം നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ എനിമീസിനെ മറക്കരുത്, നിങ്ങളുടെ സോൾജേഴ്സിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അതാണ് എന്ത്, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഫാത്തിഹ മനസ്സിലാകാതെ തലക്ക് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. എല്ലാം ഫാത്തിഹയിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇവരെ പ്രമുഖമായ ലക്ഷ്യം എന്താ? ഇവരെ പ്രമുഖമായ ലക്ഷ്യം രാഷ്ട്രങ്ങളിൽ കടന്നുകൂടി രാഷ്ട്ര നേതാക്കളെ സ്വാധീനിച്ചും ഭരണകൂടങ്ങളെ സ്വാധീനിച്ചും ജുഡീഷ്യറിയെ സ്വാധീനിച്ചും അതാത് രാജ്യങ്ങളിലെ നിയമപുസ്തകമാകുന്ന ധാർമ്മിക ഭരണഘടനകളെ അപ്രസക്തമാക്കുക. 1897 എഴുതി വെച്ചു. ഞാൻ നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായ കാര്യം പറയാം. ഒരു അത്ഭുതമെന്ന് പറയാമെങ്കിൽ ഒരു അത്ഭുതമായ കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാം. ഇപ്പോൾ റമദാൻ ആയിട്ടില്ലല്ലോ. കഴിഞ്ഞ 2019 റമദാൻ മാസത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ ഞാനൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ റമദാൻ ആയിട്ടില്ലല്ലോ, നിങ്ങൾ ആ പ്രസംഗം ഒന്ന് എടുത്തു നോക്കൂ. ആ പ്രസംഗ കാലത്ത് NRCയും ഇല്ല, CAയും ഇല്ല. അന്ന് ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടന അപ്രസക്തമാക്കലായിരിക്കും അടുത്ത് ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം. എന്നാൽ ഭരണഘടന ഉപേക്ഷിക്കുകയുമില്ല, അത് പൂതലാക്കി കളയുക. അതിന്റെ പിന്നിൽ എപ്പോൾ ജൂതന്മാരോട് ഒരു രാഷ്ട്രം ചങ്ങാത്തം കെട്ടിയോ ആ രാഷ്ട്രത്തിന്റെ ധാർമ്മിക ഭരണഘടന അവർ തകർക്കും. ഇതിന് പ്രവചനം എന്ന് പറയണ്ട, ഇതിപ്പോ പ്രവചനം എന്നൊന്നും പറയണ്ട, അത് പറയണ്ട. നമ്മളിപ്പോ അരി കഴുകി, ഇറച്ചിയും കഴുകി, മല്ലിച്ചപ്പടക്കുള്ള സാധനങ്ങൾ കൂട്ടി, നെയ്യും കൂട്ടിയിട്ട് തീമിട്ടിട്ട് ദമ്മിട്ടാൽ കുറച്ച് കഴിഞ്ഞാൽ ബിരിയാണി ആവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഔലിയാണോ എന്ന് ചോദിക്കേണ്ടതില്ലല്ലോ. അത് സ്വാഭാവിക കാര്യമല്ലേ. അത് ലോക രാഷ്ട്രീയം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കൃത്യമായി അറിയും. ഇനി ഞാൻ ഈ സമരത്തിന്റെ ബാക്കിയും ഇപ്പോൾ എനിക്കറിയും, അല്പമൊക്കെ, മുഴുവനൊന്നും അറിയില്ലെങ്കിലും. പക്ഷെ അതങ്ങനെ പുറത്ത് പറയുന്നതിൽ ഖൈറില്ല എന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പലരോടും ഒറ്റക്കാണെങ്കിൽ പറയാം. പക്ഷേ എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ ഒന്നാം ഘട്ടത്തിൽ പരാജയപ്പെടുത്തുന്ന കാര്യത്തിലും ഇവിടെ ശത്രു വിഭാഗം വിജയിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിലയിരുത്തൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്നും അങ്ങനെ വിചാരിക്കരുത്. നമ്മളിപ്പോ ഒന്നും വിചാരിച്ച് നമ്മൾ ഇരിക്കണ കൊമ്പ മുറിയുന്ന നിങ്ങൾ എന്താവൂലേ പാപ്പാണെന്ന് ചോദിക്കരുത്. അതതിന്റെ ലൈനാണ്, അതങ്ങനെ വരുള്ളൂ. നിങ്ങൾ അങ്ങനെ നോക്ക്, നിങ്ങൾ അങ്ങനെ വരൂ. 2000 മുതൽ ഞാൻ 2003 കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഗൾഫ് എക്കണോമി തകരും, യാതൊരു സംശയവും വേണ്ട. ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളായി GCC മാറും. ഇപ്പോൾ ഇതാ സുപ്രഭാതം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പുറത്തിറക്കിയ പത്രം, സുപ്രഭാതത്തിൽ തന്നെ വന്നു ലേഖനം. 2035 ആകുമ്പോഴത്തിന് ലോകത്തെ ദരിദ്ര രാഷ്ട്രങ്ങളിൽ പെടും GCC. ഇതൊന്നും പ്രവചനമല്ല. എന്തുകൊണ്ടെന്നാൽ രീതി കണ്ടാൽ അറിയും. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏറ്റവും കൂടുതൽ പറഞ്ഞ ഹദീസ് പൊളിറ്റിക്കൽ ഹദീസുകളാണ്. അതും അന്ത്യകാലത്തെ പൊളിറ്റിക്സ്. വുളൂയിലും കുളിയിലും ഒക്കെ ഹദീസ് കുറവാണ്. അതൊക്കെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. എന്നാൽ അന്ത്യകാലഘട്ടത്തിൽ കമാ റഅയ്തുമൂനി ഇല്ല. എന്തുകൊണ്ട്? നബി അന്നില്ല, മുത്തുനബിയുടെ സാന്നിധ്യമില്ല, മുത്തുനബിയുടെ റൂഹിയായ ബന്ധേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഹബീബിന്റെ വാക്കുകൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഏകദേശ ഹദീസുകളെല്ലാം വേൾഡ് ഇസ്ലാമിക് പൊളിറ്റിക്സ് ആണ് അന്ത്യനാളിലുള്ള. അതിൽ നമ്മുടെ ശക്തിയായ തസവൂഫ്, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാനതിലൊക്കെ ഒന്നും പോകുന്നില്ല, നിങ്ങൾ ചിന്തിക്കണം, തിരിച്ചു വരി. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല കാര്യം. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു കുതന്ത്രമാണ്. ഈ കുതന്ത്രം തുടങ്ങിയിട്ട് 1 നൂറ്റാണ്ടിലേറെയായല്ലോ RSS ഉണ്ടായിട്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1 നൂറ്റാണ്ടായിട്ടില്ല, 70 ചില്ലാനും വർഷമേ ആയിട്ടുള്ളൂ. എന്നാൽ 1 നൂറ്റാണ്ടിലേറെയായി എന്ത് RSS ഉണ്ടായിട്ട്. എന്താണ് അതിന്റെ സാഹചര്യം? 1-ാം ലോക മഹായുദ്ധം നശിച്ചതാണ്, തകർന്നതാണ്. 1-ാം ലോക മഹായുദ്ധം 1917 അവസാനിച്ചു. അതോടുകൂടെ ബ്രിട്ടൻ ക്യാപിറ്റലിസത്തിന് ലോകത്ത് വേരുണ്ടായി. ബ്രിട്ടൻ എന്ത് ചെയ്തു എന്നാല്
ഞങ്ങളെ നിലമ്പൂർക്കാരായതുകൊണ്ട് റബ്ബറിനെ പറ്റി അറിയും. റബ്ബർ നമ്മളെ കോൽ തയ്യെ കുഴിച്ചിടും, അതായത് കുരുവായിട്ട് ഇങ്ങനെ പൊങ്ങിന് വന്ന് 1.5 കൊല്ലായ നല്ല കട്ടിയുള്ള കോല് ഇങ്ങനെ റബ്ബർമാരങ്ങനെ പൊങ്ങണ സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് ബഡ്ഡൂട്ട് കൊണ്ടുവന്നിട്ട് നേരെ എന്ത് ചെയ്യും, ഇത് ചുരണ്ടിയിട്ട് അയ്മക്കാൻ പിടിപ്പിക്കും. അയ്മക്കാൻ പിടിപ്പിച്ച് ഇതങ്ങനെ മെല്ലെ തളിരെടുത്ത് വരുന്നോട് കൂടെ ഒറ്റ വിട്ടു കൊടുക്കും. എന്തിന്? അത് മനസ്സിലായില്ല. എന്തിന്? റബ്ബർ വുഡിനെ പച്ചപ്പെടുത്തി തളിരെടുപ്പിച്ച, ഈ പുറത്തുനിന്ന് വന്ന റബ്ബർ വുഡിനെ പച്ചപ്പാക്കി തളിരെടുപ്പിച്ച അസ്ല് മരത്തിന് ഒരു വെട്ടാണ് കൊടുക്കും. പിന്നെ ഇതിങ്ങനെയാണ് വളരും. പിന്നെ അവിടെ കോൽമരത്തിന് വലിയ പണിയൊന്നുമില്ല. കോൽമരത്തിന് പിന്നെ പണി മറിയമ്മയുടെയും സെക്കീനയുടെയും അടുപ്പിൽ വിറകുക എന്നുള്ളതാണ്. പിന്നെ പണി ആരെടുക്കും? വെട്ടുവിട്ടെടുക്കും. എന്നതുപോലെ ഇംഗ്ലീഷുകാരായ കുറെ മനസ്സിനെ ഇവിടെ ഉണ്ടാക്കിയാൽ പിന്നെ ഇംഗ്ലീഷുകാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. അവർക്ക് കൈ മെയ്യാൻ ആരെയും പിടിക്കാം. 1914 മുതൽ 1917 വരെ 1-ാം ലോക മഹായുദ്ധം ഉണ്ടായി. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടന്റെ ഒരു മെജോറിറ്റി ലോകത്ത് വന്നു. ബ്രിട്ടൻ കോളനി രാജ്യങ്ങളിൽ അവരുടെ ആളുകൾക്ക് പുതിയ പുതിയ മൂവ്മെന്റുകൾ കൊടുത്തു. ആ കാലഘട്ടത്തിൽ പലരും വളർന്നു. അതിൽപ്പെട്ടതാണ് ഖാദിയാനിസം. നമ്മുടെ കൂട്ടത്തിലുണ്ടായി. ഖാദിയാനിസത്തിന്റെ കേന്ദ്രമേത ഖാദിയാനികളെ ആരാ വളർത്തിയത്? ബ്രിട്ടൻ. ഖാദിയാനികൾക്ക് സർവ്വ സൗകര്യം ചെയ്തു കൊടുത്തതാരാ? ബ്രിട്ടൻ. കോഴിക്കോട്ടങ്ങാടിയിലെ ഏറ്റവും നല്ല പള്ളിപ്പറമ്പുള്ള സ്ഥലം ഖാദിയാനികൾക്ക് ആരുടെ കാലത്ത് കൊടുത്തു? ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊടുത്തു. വിശദീകരിക്കുന്നില്ല, അങ്ങനെ തിരിച്ചുപോയി. അപ്പോൾ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള, ആയിരക്കണക്കായ വർഷങ്ങളായി പഴക്കമുള്ള ഒരു പ്രവർത്തനത്തിന് 1897 സിയോണിസം വന്നപ്പോൾ സാങ്കരിക ശൈലിയും രീതികളും ഭരണമീമാംസാ തത്വങ്ങളും രീതികളും ഒക്കെ കൈവന്ന ഒരു ഇസ്ലാമിക വിരുദ്ധതയാണ് സത്യത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ ഈ മുളച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും പിരിഞ്ഞു പോകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. ഇതിനെന്താ ഇനി പരിഹാരം? ഇതിനി ഇങ്ങനെ നീണ്ടുപോകും. അതിന്റെ അർത്ഥം ഈ ഭരണകൂടം നീണ്ടുപോകുമെന്നോ NRC നീണ്ടുപോകുമെന്നോ CIA നിലനിൽക്കുമെന്നോ അല്ല. ഞാൻ പറയുന്നത് CIA NRC എന്നൊക്കെ പറയുന്നത് ഒരു ചങ്കില മുഴ പോലെയാണ്. ചങ്കില മുഴയെ സംബന്ധിച്ചിടത്തോളം മരുന്ന് കുടിച്ചാൽ അത് ചങ്കിന്ന് ഇങ്ങോട്ടിറങ്ങും, ചിലപ്പോൾ അത് ഇങ്ങോട്ടിറങ്ങും, ചിലപ്പോൾ അത് ഇങ്ങോട്ടിറങ്ങും, ചിലപ്പോൾ അത് ഇങ്ങോട്ടിറങ്ങും, ചിലപ്പോൾ അത് മേലേക്ക് കയറും, ചിലപ്പോൾ അടിക്കും, വല്ലാതെ പുറത്തു പോകില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? NRC CA എന്ന് പറഞ്ഞാൽ ചങ്കില മുഴയായി മനസ്സിലാക്കണം. നിങ്ങളൊക്കെ ഇപ്പം എന്താ വിചാരിച്ചിരുന്നത്? ഇവിടെ NRCയും CA ഒക്കെ തീർത്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ വെള്ളരിപ്പട്ടണത്തെ പോലെ അൽഹംദുലില്ലാഹ് അൽഫമറ ഒരു കുലാബിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹ് അത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. നിർത്തി മനുഷ്യന്മാരെ, ഇത് അവസാനിക്കാൻ പ്രശ്നമില്ല. ഒരു കോലത്തിൽ അല്ലെങ്കിൽ ഒരു കോലത്തിൽ വേട്ടയാടും. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ പിന്നിൽ ജൂതന്മാരാണ്. അതിനെയാണ് സത്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നെഹ്റു അടക്കമുള്ള ആളുകൾ ചെയ്തിട്ടുള്ള സേവനം വളരെ വലുതാണ്. ഒരു കാരണവശാലും അവരെങ്ങോട്ട് അടുപ്പിച്ചില്ല. എന്തുകൊണ്ട്? ഒരു നിലയ്ക്ക് നെഹ്റു അത് ചിന്തിച്ചിരുന്നുവെങ്കിൽ അമേരിക്കക്ക് സമാനമായ രാഷ്ട്രമായി ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ നെഹ്റുവിന് പെട്ടെന്ന് കഴിയുമായിരുന്നു. കാരണം ഇസ്രായേലിനെ പിന്തുണച്ചാൽ അമേരിക്ക സർവ്വ സൗകര്യവും ചെയ്യും, ബ്രിട്ടനും. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ നെഹ്റുവിനെ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ വേണ്ടി പറയല്ലായിട്ട്, അതൊന്നും എനിക്ക് അറിയുകയുമില്ല. എനിക്ക് ചില കാര്യങ്ങളൊന്നും വല്ലാതെ അറിയില്ല, അതൊന്നും എനിക്കറിയില്ല, അല്ലാഹു അഅലം. പക്ഷെ നെഹ്റു ചെയ്തിട്ടുള്ള സേവനങ്ങൾ വളരെ വലുതാണ്. നെഹ്റു നിരീശ്വരവാദിയാണോ മതവാദിയാണോ എന്ന് പോലും തിട്ടമില്ലാത്തതാണ് നെഹ്റുവിന്റെ ചരിത്രം. ആസ്തികനോ നാസ്തികനോ നെഹ്റുവിനെ പറ്റി അറിയൂല. പക്ഷെ നെഹ്റു ചെയ്തിട്ടുള്ള സേവനം വളരെ വലുതാണ്. ചേരിചേരാൻ നയത്തിൽ നിന്നും അന്ന് നെഹ്റുവിന്റെ രാഷ്ട്രത്തിൽ മുട്ടുസൂചി ഉൽപ്പാദിപ്പിക്കുന്നില്ലാത്ത കാലത്ത്, മനസ്സിലായില്ല? നെഹ്റുവിന്റെ രാജ്യത്ത് മുട്ടുസൂചി പോലും ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത കാലത്ത് ഈ ചേരിയിൽ പെടാതെ മാറി നിന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന സമൂഹത്തോട് നമുക്കുള്ള ആ ഒരു ബന്ധം. അതിവിടെ എന്ത് പറഞ്ഞാലും ഒരു ബന്ധമുണ്ട്. അത് ഞാൻ കോൺഗ്രസിന് വേണ്ടി വാദിക്കുകയല്ല. ഞാൻ കോൺഗ്രസ് ആയോ നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ കോൺഗ്രസ് അല്ല, ഞാൻ കോൺഗ്രസ് വിരുദ്ധനുമല്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് നിലവിൽ ഉയർത്തി കൊണ്ടുവരാനും കോൺഗ്രസിനെ കഴിയൂ എന്നാണ് എന്റെ താല്പര്യം.
ചില ആളുകളൊക്കെ എന്ത് ചെയ്ത്, എടാ ആം ആദ്മി പാർട്ടി വിജയിച്ചപ്പോൾ എല്ലാരും പള്ളിയിൽ വരെ മിഠായി കൊടുത്ത്. ആരാ കുട്ടി ആം ആദ്മി? അണ്ണാ ഹസാരെ ഉണ്ടാക്കിയതാ. ആരാ അണ്ണാ ഹസാരെ? ആരാ കോൺഗ്രസിന്റെ ചേരിചേരാ നയത്തിനെതിരെയും അവരുടെ നാനാത്വത്തിൽ ഏകത്തിന് എന്ന അതിമഹത്തായ നിലപാടിനെതിരെയും നിന്ന് കോൺഗ്രസ് സർക്കാർ തകർത്ത് BJP സർക്കാർ ഉണ്ടാക്കാൻ സൗകര്യം ചെയ്ത് അതിന് ഉപവാസം നടത്തിയ ആളാണ് അണ്ണാ ഹസാരെ. ആ അണ്ണാ ഹസാരെ ഉണ്ടാക്കിയ പാർട്ടിയാണ് ആം ആദ്മി. മിണ്ടൂലല്ലോ. കെജ്രിവാൾ ഒന്നും മിണ്ടൂലല്ലോ. ഇതുകൊണ്ട് കെജ്രിവാൾ BJP തകർന്നാൽ പെട്ടെന്ന് താങ്ങാൻ വെച്ച ഒരാളാണ് സത്യത്തിൽ കെജ്രിവാൾ. അതത്രേ ഉള്ളൂ. അത് കുഞ്ഞായി മുസ്ലിയാരെ ചെലവിന് എന്നപ്പോൾ പൊരയിൽ ഭക്ഷണമില്ല. അപ്പോൾ പൊരക്കാരനും പൊരക്കാരത്തിയാണ് വഴക്കൂടി. അങ്ങോട്ട് വലിയ വഴക്ക്, അടിയും പിടുത്തവും ഭയങ്കരമായപ്പോ കുഞ്ഞായി മുസ്ലിയാർ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പൊരക്കാരത്തിനോട് ചോദിച്ചു, എന്റെ തല്ല് എങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. എന്റെ കരച്ചിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ കുഞ്ഞായിനും ചോദിച്ചു, കുഞ്ഞായിന് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഇത് കളിയാന്ന് ആർക്കറിയാം, മനസ്സിലായില്ല. കുഞ്ഞായി നേരെ പരയിലെ കോടിക്കൽ കൊണ്ട ബാക്കിൽ മാറി നിൽക്കാം കുഞ്ഞായി മൂല്യര്. ഇതിപ്പോ കളി അവസാനിക്കും. ഈ കളി നമ്മൾ തിരിച്ചറിയണം. നമുക്ക് അന്തല്ലാത്ത കളി നമ്മളെ കളി. നമ്മളെ പോക്കൽ പോവുകയില്ല. എന്താണ് ഇത് ഏതാണെന്ന് മനസ്സിലാവുകയില്ല. ഒരു ആം ആദ്മി പാർട്ടി കൊണ്ടും ഇതിന് പരിഹാരം ഉണ്ടാവുകയില്ല. ഇതിന് ഒരു പൊളിറ്റിക്കൽ പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ ആ പൊളിറ്റിക്കൽ പരിഹാരം നാനാത്വത്തിൽ ഏകത്വത്തെ രാഷ്ട്രത്തിന്റെ പൊതുമുഖമായി വളർത്തിക്കൊണ്ടുവന്ന ലോകം കണ്ട ഇന്ത്യയുടെ സംഭാവനയാണ് നെഹ്റുവും ഗാന്ധിജിയും എല്ലാം. അവരുടെ തത്വങ്ങളിലേക്ക് പ്രായോഗിക തലത്തിൽ മടങ്ങി വരാതെ, അല്ലെങ്കിൽ അതിനൊരു ശക്തി പകർന്നു കിട്ടാതെ പൊളിറ്റിക്കലായി ഈ പ്രശ്നത്തെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുകയില്ല. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി ഇവിടെ നമ്മുടെ ഇതെന്തായാലും അള്ളാഹു ഇതിനൊക്കെ പരാജയപ്പെടുത്തട്ടെ. അള്ളാഹു പ്രശ്നങ്ങളെ പരാജയപ്പെടുത്തട്ടെ. പ്രശ്നം എങ്ങനെയാലും ഉണ്ടാവും. അത് നിങ്ങൾ സ്വാഭാവികമായി ഏത് കാലത്തും ഒരു രീതി അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടായിരിക്കും. ഇതവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാൽ, അതാത് കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെക്കെതിരെ പ്രതികരിക്കേണ്ടത് ഇസ്ലാമിന്റെ ബാധ്യതയാണ്, ഒരു മുസൽമാന്റെ ബാധ്യതയാണ്. ഞാൻ പറഞ്ഞുതരാം. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും എന്ന് മുഹമ്മദ് മുസ്തഫ. മുസ്ലിമീങ്ങളെ പ്രശ്നങ്ങൾ ഒരാൾക്ക് പ്രശ്നമായി തോന്നിയില്ലെങ്കിൽ അവൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ല. മല്ലം യഹ്തമ്മ ബി ഉമൂരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഈ പ്രശ്നങ്ങളെ നിലവിലുള്ള ശ്രദ്ധിക്കണേ ജനാധിപത്യ രാജ്യത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? ജനാധിപത്യ രാജ്യത്ത് കേൾക്കണില്ലേ? ജനാധിപത്യ രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്താണ്? സമരം. ജനാധിപത്യ രാജ്യത്ത് സമരം ആത്യന്തികമായ അവലംബമല്ല, എന്നാൽ സമരം ഒരു പ്രായോഗിക മാർഗമാണ്. ഒന്നും കൂടി പറയാം. സമരം ആത്യന്തികമായ പരിഹാരമല്ല, എന്നാൽ ആത്യന്തികമായ പരിഹാരത്തിന് ആക്കം കൂട്ടുന്ന പ്രായോഗികമായ മാർഗം. രണ്ടും രണ്ടായി മനസ്സിലാക്കണം. എന്താ പരിഹാരം? പരിഹാരം ഈ ധാർമ്മിക പക്ഷത്തുള്ള ആളുകൾക്ക് മെജോറിറ്റി ലഭിക്കുക, അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറുക. രണ്ടാണെങ്കിലും മിന്നൽ ഖുലൂബ ബിയദിർ റഹ്മാൻ യുഖല്ലിബുഹാ കൈഫ യശാ. പ്രശ്നത്തിന്റെ പരിഹാരം അല്ലാഹു ഇടപെടലാണ്, ബസ് അല്ലാത്തൊരു പരിഹാരമില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. പ്രശ്നത്തിന്റെ പരിഹാരം ഈ വിഷയത്തിൽ. എന്നാൽ അതിന് പ്രായോഗിക മാർഗങ്ങളുണ്ട്. പ്രകാരം റിസ്ക് കിട്ടാനുള്ള മാർഗം എന്താണ്? റിസ്ക് കിട്ടാനുള്ള അവലംബം റസാഖായ അള്ളാഹുവിന്റെ തൻസീലുർ റഹ്മത്താണ്. എന്നാൽ അതിന്റെ ഒരു മാർഗമാണ് എന്ത്? പണിക്കോകല്, കച്ചവടം ചെയ്യൽ ആത്യന്തികമായ അവലംബമാണോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. കച്ചവടം ചെയ്യൽ ആത്യന്തികമായ അവലംബമാണോ? അല്ല. പിന്നെന്താണ്? അതൊരു മാർഗമാണ്. അതേസമയത്ത് പ്രധാനപ്പെട്ട അവലംബം എന്താണ്? റസാഖായ അല്ലാഹു സുബ്ഹാനഹു നിസ്കരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സൂറത്തു ശൂറയിലെ 19-20 ആയത്തുകൾ ഓടുന്നത് നല്ലതാണ്. അല്ലാഹു ലതീഫും ബിഇബാദി
എന്ന് തുടങ്ങുന്ന രണ്ടായത്ത് ഷൂറ സൂറത്ത് എന്താ? അല്ലാഹു ലത്തീഫുൻ ബിഇബാദി യർസുഖു മൻ യശാ. സുബ്ഹാന സ്കെച്ച് 7 വട്ടം ഓടിയാൽ അവനെ റിസ്ക് എളുപ്പമാകുമെന്ന് അതിന്റെ ഫളായിലിൽ കാണാം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. തിരിച്ചുവരും. അപ്പോൾ പ്രായോഗിക മാർഗമാണ് സമരം. ശ്രദ്ധിക്കണേ. ഇങ്ങോട്ട് നോക്കി. ഇസ്ലാമിക സമാജത്തെ ദ്രോഹിച്ചു. ബദറിലും ഉഹദിന്റെ ഒക്കെ മുമ്പ് ശത്രുക്കൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. അപ്പോൾ തിരിച്ച് അതിനെതിരെ സമരം ചെയ്താൽ അതാത് കാലഘട്ടത്തിലെ രീതി അനുസരിച്ച് സമരം ചെയ്യൽ ചിലപ്പോൾ വായു ഉണ്ടാകാം, ചിലപ്പോൾ കൈയുണ്ടാകാം, ചിലപ്പോൾ ഹൃദയം കൊണ്ട് വെറുക്കുക. അതൊക്കെ എന്തെന്നെയാണ്? ബദർ പറയുമ്പോൾ നമ്മൾ യുദ്ധത്തിന് ഒരുങ്ങാന്ന് വിചാരിക്കരുത്. യുദ്ധം എന്നത് ഒരു സായുധ വിപ്ലവം എന്നത് എപ്പോഴുമുള്ള ഒരു രീതിയല്ല. അതാത് കാലഘട്ടത്തിനനുസരിച്ചുള്ള സമരങ്ങൾ. ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സിവിലിയന്മാർക്ക് ആയുധം എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഉണ്ടെങ്കിൽ അള്ളാഹു ഉണ്ടാവുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ടാണല്ലോ ഡൽഹിയിലടക്കം ആയുധമെടുത്ത് കുഴപ്പമുണ്ടാക്കിയ ആളുകൾക്കെതിരെ എല്ലാ മതവിഭാഗവും ഒന്നിച്ചുണർന്നില്ലേ? പറ. അപ്പോൾ ഇപ്പോഴും നന്മയും ജനാധിപത്യവും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഭരണഘടനയും നമുക്കുണ്ട്. അള്ളാഹ് അത് അട്ടിമറിക്കലാണ് ജൂഡായിസത്തിന്റെ ലക്ഷ്യം. അള്ളാഹു തആല അതിന് ആ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. ശ്രദ്ധിക്കണേ. ഉദാഹരണം പറയാം. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് പള്ളിയിൽ ഇരിക്കൽ മാത്രമല്ല മുത്തുനബി ചെയ്തത്. എന്നാൽ അള്ളാനെ മറികടന്ന് സമരത്തിന് പോകലുമല്ല മുത്തുനബി ചെയ്തത്. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. അതൊന്ന് ചിന്തിക്കാം. അതായത് നമ്മളെ ശത്രുക്കൾ വളരെ ബുദ്ധിമുട്ടിക്കുണ്ടല്ലോ. അൽഫാത്തിഹ ഒരു യാസീനൂദ എന്നല്ല മുത്ത് മുഹമ്മദ് മുസ്തഫ ചെയ്തത്. അള്ളാനെ മറികടന്ന് സമരം ചെയ്യലുമല്ല മുത്തുനബി ചെയ്തത്. അപ്പൊ അല്ലദീന അൻഅംത അലൈഹിം എന്നതാണ് കൃത്യമായ റൂട്ട്. അവിടെ നിന്ന് അതിൽ ഒതുങ്ങുന്നത് ഉപകാരിക്കപ്പെടുന്ന സമരമാകൂ. ആ സമരം ഇലാഹ് ഇടപെടാൻ കാരണമാകും. അപ്പോൾ അവരും മാറേണ്ടി വരും. പ്രശ്നങ്ങൾ പരിഹരിക്കും. എങ്ങനെയെന്ന് എനിക്കറിയൂല, എനിക്കറിയേണ്ട ആവശ്യമല്ല. ചില ആളുകൾ പറയും പൊര വിറ്റ് കടം വീടാൻ ദ്വാരക്കി ഉസ്താദെ. ഞാൻ പറയും അങ്ങനെ ഞാൻ ദ്വാരക്കൂല. ഞാൻ അങ്ങനെ ദ്വാരക്കങ്ങളെ കടം വീടാൻ ഞാൻ ദ്വാരക്കാം. പൊര വിറ്റ് കടം വീടാൻ ഞാൻ ദ്വാരക്കൂല. കാരണം അള്ളാഹ്ക്ക് നമ്മൾ എഞ്ചിനീയർ ആയി കൊടുക്കണ്ട. അള്ളാഹ്ക്ക് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കാൻ. എന്റെ പൊര വിറ്റ് കടം വീടണം. അള്ളാഹ് മനസ്സിലായില്ല. റബ്ബേ എന്റെ കടം വീടണം, പൊര വിൽക്ക്, പീടിക വിൽക്ക്. അത് തീരുമാനിക്കേണ്ടത് ആരാ? ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമ്മൾ വളരെ ഗൗരവമായി ഇവിടെ വിഷയം രണ്ടിന്റെയും നടുക്കാണ് പ്രശ്നം നിൽക്കുന്നത്. ഒന്നുമില്ലാത്ത ചില പ്രാർത്ഥനകളല്ല അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത്. എന്നാൽ അള്ളാഹുവിനെ മറികടക്കുന്ന പ്രവർത്തനങ്ങളുമല്ല അള്ളാഹു കൽപ്പിച്ചത്. ഇതെന്തിന്റെയും ഇടയിലുള്ളവരാണ് ആര്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അവർ ഫീ മുവാജഹതി മഗ്ലൂബി അലൈഹിം ദായിമൻ മിൻ അവലിഹിം ഇലാ ആഖിരി ഹാദിഹിൽ ഉമ്മ. മുത്തുനബിയുടെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ അല്ലദീന അൻഅംത അലൈഹിം മുവാജഹത്തിലാണ്. ആർക്കെതിരെ? മഗ്ലൂബി അലൈഹിം ളാലിനെതിരെ മുവാജഹത്തിലാണ്. ആര്? അല്ല, ഒന്ന് പറഞ്ഞാളി ആര്? അല്ല, നിങ്ങളൊന്നും വിചാരിക്കട്ടാ. നിങ്ങൾ ഇന്നേക്കാൾ ഉഷാറുള്ളവരാന്ന് എനിക്കറിയാം. കൂട്ടത്തിൽ ഏറ്റവും ഉഷാർ കുറവ് ഞാനാണെന്നും എനിക്കറിയാം. ഞാനിപ്പോൾ എന്റെ കയ്യിലാണല്ലോ കൊടി എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ പറയേണ്ടത്. ഞാൻ നോക്കട്ടെ എന്നല്ലല്ലോ പറയേണ്ടത്. ആ യുദ്ധക്കളത്തിൽ കൊടി കിട്ടി ഇറങ്ങിയാ പറയേണ്ടത് അനല്ലദീ സമ്മത്തിൽ ഉമ്മി ഹൈററാ, തോട്ടാൽ കാച്ചിക്കളയടാ എന്ന് പറയേണ്ടത്. അതുകൊണ്ടാണ് കുറച്ച് സ്വാതന്ത്ര്യത്തെ ഞങ്ങളോട് പറയുന്നത്. ചിന്തിക്കണം. ഇവിടെ ഖിയാമത്ത് നാൾ വരെയുള്ള സ്ട്രഗിൾ മൂവ്മെന്റിന്റെയും മാനദണ്ഡമാണ് അവസാനത്തെ ഒറ്റായത്. സത്യത്തിൽ അതിന്റെ കോലം കണ്ടാൽ 3 ആയത്താക്കാൻ മാത്രമുണ്ട്. പക്ഷെ കൂട്ടിക്കെട്ടിട്ട് ഒറ്റായത്താക്കി. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ചെറിയ കുട്ടികളൊക്കെ മദ്രസയിൽ പറഞ്ഞേക്കുമ്പോൾ മനസ്സിലാക്കാത് 3 ആയത്താണ്. അല്ല, ഇതിനെ കൂട്ടിക്കെട്ടിയിട്ട് ഒറ്റായത്താക്കി. അതിന്റെ ശൈലി കണ്ടാല് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. നിങ്ങൾ ചിന്തിക്കുക. അതിനെ 3നെയും പ്രത്യക്ഷത്തിൽ നോക്കിയ 3 ആണോന്ന് പറ തോന്നും. പക്ഷേ ഒറ്റായിട്ട് എന്താണത്? ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു സമരം. ആ സമരത്തിൽ പങ്കാളികളാകാനുള്ള പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. സമരത്തിൽ പങ്കാളി ആയിട്ടില്ലെങ്കിൽ അള്ളാന്റെ പൊരുത്തം ഉണ്ടാവില്ല. സമരം എന്നും ഉണ്ടാവും. സമരം ഇല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യം നടക്കൂല. എന്നും സമരം ഉണ്ടാവും. ഞാൻ ശൈത്താനെ പറ്റി വയൽ പറഞ്ഞപ്പോൾ, ഇബ്ലീസിനെ പറ്റി വയൽ പറഞ്ഞപ്പോൾ ഒരു അരീക്കോട്ടുകാരൻ കാക്ക എണീറ്റെന്ന് പറഞ്ഞ് ആ പാഹന പടച്ചോൻ അന്ന് തന്നെയാണ് കൊന്നുടൈന മൂല്യരെ. അപ്പൊ ഞാൻ പറഞ്ഞു, കാക്ക ഓനെ കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് സ്വർഗം ഉണ്ടാവില്ല.
നമുക്ക് സ്വർഗം ഉണ്ടാക്കി തന്നത് ഓനാണ്. എന്തുകൊണ്ട്? അവനോടുള്ള സ്ട്രഗിൾ ലൈഫാണ് നമുക്ക് എന്തുണ്ടാക്കിയത്? സ്വർഗം ഉണ്ടാക്കിയത്. മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ ഇവിടെ മഗ്ദൂബി അലൈഹിം എപ്പോഴും കാത്തിരിക്കുക, അവരെന്തു ചെയ്യും. അവരുടെ ഖന്നാസായ വക്താവാണ് ഇബ്ലീസ്. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم. രണ്ട് ഭാഗം പറഞ്ഞില്ല. ഒന്ന് നുസൂൽ റഹ്മത്തിന്റെ ഭാഗമാണ്, ഒന്ന് മൗദിഉ തവാദുഇ വസ്സുജൂദിന്റെ ഭാഗമാണ്, പ്രൊട്ടക്റ്റഡ് ഭാഗമാണ്. ഒരു മനുഷ്യന് ഒരു വസ്തുവിന് 6 ഭാഗമാണ്, 4 ഭാഗത്തും ശൈത്താൻ കയറും. അപ്പോൾ മാനദണ്ഡം എന്താ? സമരം ഉണ്ടാവൂലേ? ഉണ്ടാകും. എന്നും ഒന്നല്ലെങ്കിൽ ഒന്ന്, ഒരു കോലത്തിൽ അല്ലെങ്കിൽ ഒരു കോലത്തിൽ ജനാധിപത്യ പ്രക്രിയകളിൽ പങ്കാളികളായി സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാതെ എല്ലാവരും മുന്നോട്ട് പോകണം. പക്ഷേ മാനദണ്ഡം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ബസ്.